എല്ലാവർക്കും ഇൻസ്പയറെക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വേർ ഇൻസ്പിറേഷൻ മീറ്റ്സ് ആക്ഷൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെറും ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ കഥയല്ല. ഇത് പരാജയത്തെ തന്നെ കീഴടക്കി വേദനയെ ശക്തിയാക്കി വീണുപോയിട്ടും വീണ്ടും എഴുന്നേറ്റ് ചരിത്രമെഴുതിയ ഒരു മനുഷ്യൻ്റെ കഥയാണ്. ബോൺ സ്മോൾ ബട്ട് ഡ്രീംഡ് ബിഗ്. എ മാൻ ഹു ഫെയിൽഡ് മെനി ടൈംസ് ബട്ട് റിഫ്യൂസ്ഡ് ടു ക്വിറ്റ്. ഇന്ന് നാം കേൾക്കുന്നത് ലോകത്തെ മോട്ടിവേഷനാക്കിയ ഒരു ലെജൻഡിൻ്റെ കഥ. ലയണൽ ആന്ത്രിയസ് മെസ്സി. അർജൻറ്റീനയിലെ റൊസാരിയോ എന്ന ചെറിയൊരു പട്ടണത്തിൽ ഒരു ദിവസം ഒരു ചെറിയ കുട്ടി ജനിച്ചു. പേര് ലയണൽ ആന്ത്രിയസ് മെസ്സി. മെസ്സി വാക്കുകളിൽ വലിയ ആളല്ലായിരുന്നു, പക്ഷേ ഫീൽഡിൽ അവൻ്റെ കളിയാണ് സംസാരിച്ചിരുന്നത്. 6 വയസ്സായപ്പോൾ മെസ്സി അർജൻറ്റീനയിലെ ന്യൂ വെൽസ് ഓൾഡ് ബോയ്സ് ക്ലബ്ബിൽ ചേർന്നു. ഒരു ചെറിയ കുട്ടി, പക്ഷേ അസാധാരണമായ സ്കിൽ. എന്നാൽ 11 വയസ്സിൽ ഒരു വാക്ക് എല്ലാം തകർത്തു: ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി. ഈ കുട്ടി സാധാരണ പോലെ വളരില്ല. ഇതായിരുന്നു ഡോക്ടർമാരുടെ വിലയിരുത്തൽ. മെസ്സിയുടെ സ്വപ്നങ്ങൾ അതൊരു വലിയ പ്രഹരമായിരുന്നു. ചികിത്സയ്ക്ക് വലിയ പണം വേണം. കുടുംബം ഓൾറെഡി ഫൈനാൻഷ്യൽ സ്ട്രഗിളിങ്ങിലാണ്. ഫുട്ബോൾ ഷൂസ് വാങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. പക്ഷേ മെസ്സിയുടെ പാരൻസ് അവൻ്റെ കൂടെ നിന്നു, അവൻ്റെ സ്വപ്നത്തിൻ്റെ കൂടെ നിന്നു. അത് നിറവേറ്റാൻ അവർ രാവും പകലും കഷ്ടപ്പെട്ടു. വീട് വിറ്റു. അവൻ്റെ ഇഞ്ചക്ഷൻ പോലും അവൻ്റെ അമ്മയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു കുട്ടിയുടെ സ്വപ്നം ഒരു കുടുംബം മുഴുവൻ ചേർന്ന് എടുത്തുപിടിച്ച ഒരു ബാറ്റിലായിരുന്നു. അപ്പോൾ ബാർസലോണയിൽ നിന്നൊരു കോൾ. ഒരു ട്രയൽ മാത്രം, ഗ്യാരണ്ടി ഒന്നുമില്ല. അർജൻറ്റീന വരുമ്പോൾ മെസ്സിക്കുണ്ടായിരുന്നത് ഒരു ചെറിയ സൂട്ട് കേസും അമ്മയും അച്ഛനും നൽകിയ സൈലൻറ്റ് ബ്ലെസ്സിങ്ങും മാത്രമായിരുന്നു. ബട്ട് അയാളിൽ ഒരു വലിയ ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. സ്പെയിനിലെത്തിയപ്പോൾ ലാംഗ്വേജ് ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, മണിയില്ല, ബട്ട് ഹിസ് ഹാർട്ട് വാസ് ബേണിംഗ് വിത്ത് ഫയർ. ബാർസലോണ ട്രെയിനിങ് ഗ്രൗണ്ടിൽ മെസ്സി ചെറിയവനായിരുന്നു, പക്ഷേ അയാളുടെ അസാധ്യമായ സ്പീഡും കൺട്രോളും എല്ലാവരെയും സൈലൻ്റാക്കി. കോച്ചസ് പറഞ്ഞു, ദിസ് ബോയ് ഈസ് സ്പെഷ്യൽ. ബട്ട് സക്സസ് അത്ര ഈസി ആയിരുന്നില്ല അയാൾക്ക്. കണ്ണീർ, ഇഞ്ചുറീസ്, ഹോം സിക്നെസ്, ലോൺലിനെസ്, ക്രിറ്റിസിസം, മെസ്സി എല്ലാം സഹിച്ചു. അവനുണ്ടായിരുന്നത് ഒരു സീക്രട്ട് മാത്രം: എവറി ഡേ ഇംപ്രൂവ് എ ലിറ്റിൽ മോർ. ബാർസലോണയിൽ മെസ്സി വോൺ എവറിത്തിങ്, ഗോൾസ്, റെക്കോർഡ്സ്, ട്രോഫീസ്. പക്ഷേ അർജൻറ്റീനയുടെ നീലയും വെള്ളയും കലർന്ന കുപ്പായം അയാൾക്ക് എന്നും വേദന മാത്രമായിരുന്നു നൽകിയിരുന്നത്. 2014 വേൾഡ് കപ്പ് ഫൈനൽ ലോസ്റ്റ്. 2015 കോപ്പ അമേരിക്ക ലോസ്റ്റ്. 2016 കോപ്പ അമേരിക്ക ലോസ്റ്റ് അഗൈൻ. Argentina cried and Messi tears told the world how much this game meant to him. ലോകം ചോദിച്ചു, മെസ്സി അർജൻറ്റീനയിൽ ഒരു ഫെയിലിയർ ആണോ? അയാൾ അർജൻറ്റീനയ്ക്ക് ഒരു ട്രോഫി നേടിക്കൊടുക്കുവാൻ കേപ്പബിൾ ആണോ? ആൻഡ് മോർ ഓവർ, മെസ്സിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ലോകം തന്നെ നെട്ടി. ഐ ആം റിട്ടയറിംഗ് ഫ്രം ദ നാഷണൽ ടീം. അർജൻറ്റീന മുഴുവൻ നിശബ്ദമായി. അർജൻറ്റീന ഫാൻസ് കരഞ്ഞു. രാജ്യം ശൂന്യമായി. അതെ, അവരുടെ ഒരേയൊരു രാജാവ് അവൻ്റെ സിംഹാസനം വിട്ടുപോയി. പക്ഷേ ഡെസ്റ്റിനി ഒരു ചാമ്പ്യനെ വിടില്ല. കഥ ഇതിൽ തീർന്നില്ല. അർജൻറ്റീന മുഴുവൻ അയാളെ തിരിച്ചു വിളിച്ചു: മെസ്സി തിരികെ വരൂ, നീ ഇല്ലെങ്കിൽ ഞങ്ങളുടെ സ്വപ്നം പൂർത്തിയാവില്ല. മെസ്സി തിരിച്ചു വന്നു. എന്തുകൊണ്ട്? ബിക്കോസ് ചാമ്പ്യൻസ് ഡോണ്ട് ക്വിറ്റ്, ദേ ഫൈറ്റ് ബാക്ക്. 2021 കോപ്പ അമേരിക്ക. അർജൻറ്റീനയുടെ ചിരവൈരികളായ ബ്രസീലിലെ മാറക്കാനയുടെ മണ്ണിൽ ലോകത്തെ സാക്ഷിയാക്കി അയാളും കൂട്ടരും ചേർന്ന് അർജൻറ്റീനയ്ക്ക് ആ കിരീടം നേടിക്കൊടുത്തു. അയാളുടെ 18 വർഷത്തെ വേദന ഒരു ചുംബനമായി മാറി. ബട്ട് ദ ബിഗ്ഗസ്റ്റ് ബാറ്റിൽ വാസ് വെയിറ്റിംഗ്. ദോഹ ലുസൈൽ സ്റ്റേഡിയം, ഡിസംബർ 18, 2022. അർജൻറ്റീന വേഴ്സസ് ഫ്രാൻസ്. മരുഭൂമിയുടെ കാറ്റ് വരെ നിശബ്ദമായിരുന്ന രാത്രി. ലോകം മുഴുവൻ തൻ്റെ ശ്വാസം പിടിച്ചു കാത്തുനിന്ന ഫുട്ബോളിൻ്റെ മഹാനിശ. യെസ്, മെസ്സി വേഴ്സസ് ഡെസ്റ്റിനി. 90 മിനിറ്റ്സ്, എക്സ്ട്രാ ടൈം, എംബാപ്പെ ഹാട്രിക്, ടെൻഷൻ, ടിയേഴ്സ്, ഡ്രാമ. അത് ഒരു വെറും മാച്ചല്ലായിരുന്നു. ഒരു മനുഷ്യൻ തൻ്റെ പാസ്റ്റിനോട് നടത്തിയ യുദ്ധമായിരുന്നു. Every Messi touch said only one thing: I will not end my story without this trophy. The pressure kept rising, but Messi remained calm like only champions can be. Penalty shootout, Emi Martinez steps up, a crucial save, and Argentina moves ahead. And then the moment the world had been waiting for, the final whistle.
ഒരിക്കൽ വളരാൻ പോലും കഴിയില്ലെന്ന് പറഞ്ഞ കുട്ടി ഫുട്ബോൾ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ട്രോഫി ഉയർത്തി, ദ ഫിഫ വേൾഡ് കപ്പ്. ലുസൈൽ സ്റ്റേഡിയം മുഴുവൻ ആഘോഷത്തിൽ പൊട്ടിത്തെറിച്ചു. മില്യൺസ് അറൗണ്ട് ദ വേൾഡ് ക്രൈഡ് ഫോർ ഫ്യൂ സെക്കൻഡ്സ്. ഫുട്ബോൾ ഇറ്റ്സെൽഫ് സ്റ്റുഡ് സ്റ്റിൽ. ആൻഡ് ഇൻ ദാറ്റ് സൈലൻസ് ഹിസ്റ്ററി ഡിഡ്ന്റ് ജസ്റ്റ് ഹാപ്പൻ, ഹിസ്റ്ററി വാസ് റീറിട്ടൺ ഫോർ എവർ. ഫ്രണ്ട്സ്, ഇതാണ് ലയണൽ മെസ്സിയുടെ കഥ. പരാജയങ്ങൾ വന്നാലും ലോകം നിങ്ങളെ സംശയത്തോടെ നോക്കിയാലും അവരോട് മറുപടി പറയേണ്ടത് നിങ്ങളുടെ വാക്കുകൾ കൊണ്ടല്ല. നിങ്ങളുടെ വിജയമാണ് അവരുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ മറുപടി. റിമെമ്പർ വൺ തിങ്, ലൈഫ് വിൽ ടെസ്റ്റ് യു, പീപ്പിൾ വിൽ ഡൗട്ട് യു, ബട്ട് എവറി ട്രൈ, എവറി ഫോൾ മേക്സ് യു സ്ട്രോങ്ങർ. ആൻഡ് വൺ ഡേ സക്സസ് വിൽ ഇവൻച്വലി റീച്ച് യു. I am Shanis and you have been listening to InspireX Media, where inspiration meets action.